ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പലച്ചൻ. പ്രതികൾ വൈദികർ ആയതിനാൽ ഇന്ത്യയിൽ 1966 കോളിളക്കം സൃഷ്ടിച്ച ഒരു കൊലപാതക കേസാണ് മറിയക്കുട്ടി കൊലക്കേസ് അഥവാ മാടത്തരുവി കൊലക്കേസ്. വിധവയായ മറിയക്കുട്ടി എന്ന സ്ത്രീയുടെ ജഡം റാന്നി അടുത്തുള്ള മാടത്തരുവിയിൽ 1966 ജൂൺ 16 കാണപ്പെട്ടു. ബെനഡിക്ട് ഓണംകുളം എന്ന സുറിയാനി കത്തോലിക്ക പുരോഹിതനായിരുന്നു കുറ്റവാളി എന്ന ആരോപണം കേസിലേക്ക് വ്യാപകമായ മാധ്യമ ശ്രദ്ധയും ജനശ്രദ്ധയും ആകർഷിച്ചു. 1966 കാര്യം പറയണേ. അന്ന് ടി വിയും സോഷ്യൽ മാധ്യമങ്ങളൊന്നും ഇല്ല. എന്നിട്ടും മാധ്യമങ്ങളെല്ലാം വലിയ എന്താ പറയുക, ഒരുപാട് വലിയ വാർത്തകൾ കൊടുത്ത് പ്രസിദ്ധീകരിച്ചൊരു കേസാണിത്. എനിക്കന്ന് 2 വയസ്സ്. അപ്പം ഞാനിത് പിന്നീട് അറിഞ്ഞതാണ്. 2 വയസ്സുള്ളപ്പം നമുക്ക് ഓർമ്മയുണ്ടാവില്ലല്ലോ. 1900 ഈ ഫാദർ ബെനഡിക്ട് മറിയക്കുട്ടിയുമായി അനാശാസ്യ ബന്ധം പുലർത്തിയിരുന്നുവെന്നും മറിയക്കുട്ടിയുടെ 2 വയസ്സുള്ള മകൻ ഈ ബെനഡിക്ട് ഈ മകൻ്റെ അപ്പൻ ഫാദർ ബെനഡിക്ട് ആണെന്നും ആരോപിക്കപ്പെട്ടു. 1966 ജൂൺ 24 ഫാദർ ബെനഡിക്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒരു കത്തോലിക്ക പുരോഹിതൻ ഇത്തരം കുറ്റാരോപണത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന കേരളത്തിൽ ആദ്യ സംഭവം. അച്ഛന് 5 വർഷത്തെ കഠിന തടവും വധശിക്ഷയും വിധിച്ചു. വിധിച്ചുകൊണ്ട് 1966 നവംബർ 19 ന്യായാധിപന്മാരുടെ വിധി തീർപ്പുണ്ടായി. ആ വിധി തീർപ്പിൽ ഒരു വചനം: കേസ് അന്വേഷിച്ച രീതിയിൽ പലതരം വീഴ്ചകളുണ്ടെങ്കിലും പ്രതി പുരോഹിതനായതിനാൽ കുറ്റകൃത്യത്തെ ഗൗരവമായി എടുത്ത് കഠിനതരമായ ശിക്ഷ വിധിക്കുന്നുവെന്നായിരുന്നു സെഷൻ കോടതിയിൽ പറഞ്ഞത്. ഹൈക്കോടതിയിൽ അപ്പീൽ പോയി 1967 ഏപ്രിൽ 7 ഈ ശിക്ഷാവിധി റദ്ദ് ചെയ്ത് ഫാദർ ബെനഡിക്റ്റിനെ വെറുതെ വിട്ടു. നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്നതായിരുന്നു അതിലൊരു ന്യായം. പിന്നെ തെളിവുകളൊന്നുമില്ല എന്നുള്ള പല കാരണങ്ങൾ കൊണ്ട്. നമ്മൾ സെഷൻ കോടതിയിലത്തെ ആ വിധി പ്രസ്താവനം, പ്രതി പുരോഹിതനായതിനാൽ തീർച്ചയായിട്ടും നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അതുകൊണ്ട് പ്രതി പുരോഹിതനായതുകൊണ്ട് കൂടുതൽ ശിക്ഷയും കുറവ് ശിക്ഷയും പാടില്ല, നിയമത്തിന് മുമ്പിൽ പറ്റില്ല. എങ്കിലും സമുദായത്തിൽ ഉന്നതരോ പ്രമുഖരോ കുറ്റകൃത്യം ചെയ്യുന്നത് ചുരുങ്ങിയ പക്ഷം വലിയ ഇടർച്ചയ്ക്ക് കാരണമാകുന്നു. നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണെങ്കിലും ഈ സമുദായത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിൽ കുറ്റകൃത്യത്തിന് ഗൗരവം കൂടുകയും അവർ നൽകുന്ന ഇടർച്ചയ്ക്ക് വളരെ വ്യാപകമായ ഭവിഷ്യത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു. 2000 ഒരു വെളിപ്പെടുത്തൽ നടത്തി. ഒരു എസ്റ്റേറ്റ് ഉടമയുടെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്ന മറിയക്കുട്ടി മരിച്ചത് അയാൾ ആവശ്യമനുസരിച്ച് ഒരു ഡോക്ടർ നടത്തിയ ഗർഭഛിദ്ര ശസ്ത്രക്രിയയെ തുടർന്നായിരുന്നു. അങ്ങനെയൊക്കെയാണ് വെളിപ്പെടുത്തൽ. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഈ സംഭവത്തിലേക്ക്, ഈ മറിയക്കുട്ടി കൊലക്കേസ് അല്ലെങ്കിൽ മാടത്തരുവി കൊലക്കേസ്, ആ സംഭവത്തിൽ കൈച്ചൂണ്ടി ജോർജ് പുലട്ട് നടത്തിയ ചില നിരീക്ഷണങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. കേരളത്തിലുണ്ടായ ഈ കൊലക്കേസിൻ്റെ കോടതി വിചാരണയിലെ വാദങ്ങളും എതിർവാദങ്ങളും വിധിയും പൂർണ്ണമായി ചില മാധ്യമങ്ങളിൽ അച്ചടിക്കപ്പെട്ടു വന്നു. അങ്ങനെ ആദ്യമായിട്ടായിരുന്നു. കുറ്റകൃത്യത്തിൻ്റെ അപൂർവത കൊണ്ടല്ല, മറിച്ച് പ്രതി ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്നു എന്നതുകൊണ്ട് അതിനു മുമ്പും അനേകം കോടതികളിൽ കൊലക്കേസുകൾ വിചാരണ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും മാടത്തരുവി കേസ് കോളിളക്കമുണ്ടാക്കിയത് പ്രതി വൈദികനായിരുന്നു എന്നതുകൊണ്ടാണ്. അതായത് കുറ്റം ഒന്ന് തന്നെയെങ്കിലും കുറ്റവാളി ആര് എന്നത് ആ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുറ്റം ആരോപിക്കപ്പെട്ടവരല്ല, കുറ്റവാളികൾ തന്നെയാണ്. ഈ വിമത വൈദികർ വെറും കുറ്റം ആരോപിക്കപ്പെട്ടവരല്ല, ശരിക്കും കുറ്റവാളികളാണ്. അതെല്ലാം നമ്മൾ കണ്ട് ഇല്ലേ, ഇനി സാക്ഷികൾ വേണ്ട എന്ന് പറയത്തക്ക വിധം തെളിഞ്ഞിട്ടുള്ളത്. അത്രമാത്രം വ്യക്തമാണിത്. ധാരാളം സാക്ഷികളുണ്ട്, പോലീസും സാക്ഷിയുണ്ട്, അല്ലാതെല്ലാം സാക്ഷികളുണ്ട്, പിന്നെ ആധുനിക തെളിവുകളുണ്ട്. അപ്പോൾ ഈ പ്രതിക്കൂട്ടം നിൽക്കുന്നത് വൈദികരാണ്, വിമത വൈദികർ. ഇങ്ങനെയുണ്ടോ വൈദികർ? ഇങ്ങനെയുണ്ടോ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന, ഭീഷണിക്ക് വഴങ്ങിയാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കന്യാസ്ത്രീകൾ, ഇങ്ങനെയുണ്ടോ കന്യാസ്ത്രീകൾ എന്നൊക്കെ ചിന്തിച്ച് സത്യവിശ്വാസികളെ കണ്ണ് തള്ളിയിരിക്കുകയാണ്. തൊഴിലാളി യൂണിയനുകളോ രാഷ്ട്രീയ പാർട്ടികളോ വിദ്യാർത്ഥി സംഘടനകളോ നടത്തുന്ന ഏത് സമരമുറകളെയും അക്രമങ്ങളെയും എത്രയോ അധികം വെല്ലുന്ന തരത്തിലാണ്, എത്രയോ ഹീനമായ തരത്തിലാണ് ഈ വിമത വൈദികർ അഴിഞ്ഞാടിയത്. ഞാൻ ഈ ജോർജ് പുല്ലാട്ട് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ആവർത്തിക്കുകയാണ്. അദ്ദേഹം തന്നെ പറയുകയാണ്, കൊലപാതകം ഒഴികെ മറ്റെല്ലാ കുറ്റകൃത്യങ്ങളും അവർ ചെയ്തു കഴിഞ്ഞു. കോലം കത്തിക്കൽ വഴി പരോക്ഷമായി കൊലപാതകവും ചെയ്തു കഴിഞ്ഞു. തീർന്നില്ല.
തങ്ങളുടെ അതിക്രമത്തെ ന്യായവൽക്കരിക്കാൻ പോലീസിനെതിരെ കേസ്, കൂരിയാക്കിയതിരെ ദുരാരോപണം, ബോസ്കോ മെത്രാനെ ക്രിമിനൽ എന്ന് വിശേഷിപ്പിക്കുക. എന്നാൽ ഏറ്റവും വിചിത്രം ഇതൊന്നുമല്ല. ഇവരുമായി ചർച്ചയ്ക്ക് ചെന്നിരിക്കുകയാണ് സഭാ നേതൃത്വം. എന്നിട്ട് ചർച്ചയ്ക്ക് പോയി വരുന്ന ഓരോരുത്തരും തങ്ങൾ ഉന്നയിച്ച കാര്യം പാമ്പ്ലാനി പിതാവ് അംഗീകരിച്ച് തന്നിരിക്കുന്നു എന്ന് മീഡിയയുടെ മുമ്പിൽ വിളിച്ചു പറയുന്നു. ഒന്നും നിയന്ത്രിക്കാൻ ആളില്ലാത്ത വിധം നമ്മുടെ സഭ ഇത്രമാത്രം അധപതിച്ചോ? അധപതനത്തിനും ഒരു അതിര് വേണ്ടേ? ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. അൽമായ മുന്നേറ്റ നേതാവ് മീഡിയയുടെ മുമ്പിൽ വന്ന് പറഞ്ഞത്, ഞങ്ങൾ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 1, കൂരിയ മാറണം, അതിൽ ചർച്ചയില്ല. 2, അച്ഛന്മാർ സസ്പെൻഡ് ചെയ്ത് നടപടി റദ്ദാക്കണം, അതിൽ ചർച്ചയില്ല. 3, കുർബാനയുടെ കാര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പാമ്പ്ലാനി മെത്രാനോ തട്ടിൽ പിതാവോ എന്ത് തീരുമാനിച്ചാലും ഞങ്ങളത് ബാധിക്കുകയില്ല. പ്രിയ മെത്രാന്മാരെ, നിങ്ങളിത് കേൾക്കുന്നില്ലേ? കുർബാനയുടെ കാര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾ അൽമായ മുന്നേറ്റക്കാരും വിമത വൈദ്യം തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ മേജർ ആർച്ച് ബിഷപ്പോ മെത്രാപ്പൊലീത്ത വികാരിയോ എന്ത് തീരുമാനിച്ചാൽ ഞങ്ങളത് ബാധിക്കുകയില്ല. ഇവരെ കേൾക്കാനാണോ നിങ്ങൾ പോകുന്നത്? കൂടുതൽ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.